നമസ്കാരം. പശ്ചിമേഷ്യ ഇപ്പോൾ യുദ്ധഭീതിയിലാണ്. ഇറാനും യുഎസും തമ്മിൽ യുദ്ധമുണ്ടായേക്കുമെന്ന ഭീതിയിലാണ് കഴിയുന്നത്. യുദ്ധത്തെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ച യുഎസ് നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി യുഎസിന്റെ വിമാനവാഹിനി കപ്പലടങ്ങുന്ന വമ്പൻ സൈനിക വ്യൂഹം നീങ്ങുന്നതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിലെ ചെങ്കടൽ തുറമുഖ നഗരമായ എയ്ലാത്തിലാണ് USS ഡെൽബർ ഡി ബ്ലാക്ക് എന്ന യുദ്ധ കപ്പലിനെ വിന്യസിച്ചിരിക്കുന്നത്. ഇനി ഈ കപ്പലിന്റെ പ്രത്യേകതയായി എടുത്തു പറയാൻ കഴിയുന്നത് ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വഹിക്കുന്ന ഈ കപ്പലിന് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തുകയാണ് എങ്കിൽ പ്രതിരോധിക്കുക എന്നതുകൂടി ഉദ്ദേശിച്ചാണ് കപ്പലിനെ വിന്യസിച്ചത് എന്നാണ് വിലയിരുത്തൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന സൂചന നൽകിയിട്ടുണ്ട് എങ്കിലും മേഖലയിലെ സാഹചര്യം ഇപ്പോഴും അതീവ സങ്കീർണമായാണ് തുടരുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ കമാൻഡോ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിപുലമായ സൈനിക നീക്കങ്ങൾ US പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. രണ്ടു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട്. US ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടെ 1000 പുതിയ സ്ട്രാറ്റജി ഡ്രോണുകൾ ഉൾപ്പെടുത്തിയതായാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും വിമാനവാഹിനി കപ്പലുകളെയും തൽക്ഷണം ആക്രമിക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തകർക്കാൻ അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ആക്രമണത്തിനായി ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇറാനും USും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാൻ തുർക്കി മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് തൊയ്ബ് ഉർദാഗൺ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി ചർച്ചകൾക്കായി തുർക്കിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ ചർച്ചകൾ വേണം എന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തിയതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് യുദ്ധഭീതിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ ക്രൂരമായ അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകരവാദ സംഘടനയായി യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചു. കൂടാതെ 21 ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 6373 ആളുകൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇതിൽ 113 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ മരണസംഖ്യ 3117 ആണ് എന്നാണ് ഇറാൻ ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. പ്രതിഷേധം തടയുന്നതിന്റെ ഭാഗമായാണ് ആയിരക്കണക്കിന് ആളുകളെ ഇറാൻ തടങ്കലിലാക്കിയതെന്നാണ് റിപ്പോർട്ട്.